എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ. ഇത് എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റിയില്ല. ഓരോരോ സിറ്റുവേഷൻ കാരണം വരാൻ പറ്റിയില്ല. അപ്പം നമ്മളൊരു സിനിമ കാണാനായിട്ട് ഇന്ന് ഇറങ്ങി കേട്ടോ. കാരണം എന്നും നമ്മളിങ്ങനെ വർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓടിയിട്ട് കാര്യമില്ലല്ലോ. വല്ലപ്പോഴും നമ്മളൊന്ന് എൻജോയ് ചെയ്യണമല്ലോ എന്നും പറഞ്ഞ് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. സിനിമ രേഖാചിത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കസിൻസിൻ്റെ വ്ളോഗൊക്കെ ഞാൻ പറയാം, ഒരു 1-2 വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വെച്ച് ഇന്നൊരു അവസരമാണെന്നും പറഞ്ഞ് തന്നെ നമ്മൾ വീഡിയോ കാര്യമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോത്തീസിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വൈൻഡപ്പ് ചെയ്യാനാണ് നമ്മുടെ പ്ലാനിങ്. അതെല്ലാം വരുമ്പോലെ കാണാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് തിയേറ്റർ താഴത്തെ ഫ്ലോറിൽ ചെല്ലണമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊരു ചെറിയ ഇതൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങൾ മേളിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഓൾറെഡി ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ആയില്ല. അപ്പം അവിടെ ഉള്ള പുള്ളി വന്ന് പറഞ്ഞു, ഇവിടെ ആൾക്കാരില്ലാത്തത് കൊണ്ട് നിങ്ങൾ താഴെ പോകണമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി താഴെ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ താഴെ ചെന്നപ്പോൾ നമ്മൾ സന്തോഷവതികളല്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഉദ്ദേശിച്ച സീറ്റല്ല കിട്ടിയത്. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് മേളത്തെ സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ ഇവർ താഴോട്ട് മാറണം, ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് താഴെ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന സീറ്റെന്ന് പറഞ്ഞാൽ താഴത്തെ സീറ്റായിരുന്നു കേട്ടോ. അയ്യോ, ഒരു ശോകമായിരുന്നു. എനിക്ക് ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ആകെക്കൂടെ ഒരു വിഷമമായിപ്പോയി. ഞങ്ങളുടെ എല്ലാവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടോ, വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ നമ്മൾ ഒരു പ്ലാൻ ഫിക്സ് ചെയ്തത് വേറൊന്നുമല്ല, ഇനി സിനിമ കാണുന്ന പരിപാടി വേണ്ട. ഇവിടെ മൊത്തം ഡിസ്കഷനിലാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്കൊരു ആ ഒരു വൈബ് കിട്ടുന്നില്ല. അതാണ്. പിന്നെ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു രീതിയിൽ നമ്മളെല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. അതിനിടയിൽ അവിടെയുള്ള ആളുമായിട്ട് സംസാരിച്ചു. നമുക്ക് ഈ ഒരു തിയേറ്ററൊന്നും മാറ്റി കിട്ടാൻ വല്ല വഴിയുണ്ടോ, അല്ലെങ്കിൽ സീറ്റെങ്കിലും മാറ്റി കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇനി ഒന്നേന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പിന്നെ അതിലോട്ട് മെനക്കെടാനായിട്ട് പോയില്ല. എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമ കാണാനായിട്ട് റെഡി ആയിട്ടിരുന്നു. എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ. രേഖാചിത്രം തരക്കേടില്ലാത്ത പടമാണ്. ഭയങ്കര സംഭവം എന്ന് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും വാഷ്റൂമിലോട്ട് പോയി കേട്ടോ. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ആസാദിൽ ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചടപടയെന്ന് അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ആസാദിലോട്ട് വന്നു. ആസാദിലോട്ട് വന്നപ്പോൾ നമ്മുടെ 4 പേര് ബാക്കിൽ, 4 പേര് ഫ്രണ്ടിൽ, അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പലരും മിസ്സിങ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഓർക്കുകയാണ് കേട്ടോ, നമ്മളെ കസിൻസിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾ ആസാദിലെ ഫുഡ്, അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. ആസാദിലെ ബിരിയാണി തന്നെ നമ്മൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ 4 പേരും പറഞ്ഞത്. പക്ഷേ അവരെല്ലാവരും പറഞ്ഞത് എന്തൊക്കെയോ ഐറ്റംസ് പറഞ്ഞു കേട്ടോ. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. എന്തൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു, എനിക്കൊരു ഓർമ്മ വരുന്നില്ല. ഓക്കെ, എന്തായാലും അപ്പം നമ്മുടെ പ്ലേറ്റൊക്കെ വന്നു. നമ്മുടെ ബിരിയാണിയൊക്കെ എത്തിക്കഴിഞ്ഞു, എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം രാവിലെ രേഖാചിത്രം കണ്ടതിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഫുഡ് ഉടനെ എത്തി. ബിരിയാണി നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് വിശപ്പ് കൂടുമ്പോൾ നമ്മൾ അറിയാതെ ഫുഡങ്ങ് കഴിക്കും, എന്നാണ് അവസ്ഥ. പിന്നെ നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കഴിക്കും. കുറേ നാളിന് ശേഷമാണ് നമ്മളൊന്ന് ഒത്തുകൂടുന്നത് കേട്ടോ. ഇനി ആരുടെയെങ്കിലും കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാങ്ങിലെ തന്നെ നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ട ആളുടെ കല്യാണമാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരുടെ കല്യാണത്തിന് നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള പ്ലാനിങ്ങൊക്കെ നമ്മളിങ്ങനെ ചെയ്തൊക്കെ വച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവം അനുഗ്രഹിച്ച് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആയുസ്സും ആരോഗ്യവും കൊടുത്ത് എല്ലാ സൗഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ മെയിനാണ് കേട്ടോ. എനിക്ക് എവിടെ പോയാലും ഈ കോഫി കൂടി അത്യാവശ്യമാണ്. എൻ്റെ പല വീഡിയോയിലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ എവിടെ പോയാലും കോഫി കിട്ടുകയാണെങ്കിൽ ആ കോഫി ഞാൻ ചോദിച്ച് വാങ്ങിച്ച് കുടിക്കുക. അതെൻ്റെ ഒരു സ്വഭാവമായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് കോഫി കുടിച്ചു. പിന്നെ അവിടുത്തെ കളക്ഷൻസൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ നിൽക്കുന്ന ലേഡി പറഞ്ഞു, വീഡിയോ എടുക്കാൻ പാടില്ല.
അങ്ങനെ പെട്ടെന്നൊരു വീഡിയോ എടുത്തു. ഞാൻ ഈ ഒരു പാവാട ഞാൻ എടുത്തായിരുന്നു കേട്ടോ, ഈ ഒരു സ്കേർട്ട് ഞാൻ എടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ ഒരു സ്കേർട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതിനിടയിൽ ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾ പറഞ്ഞു, പുള്ളിക്കാരി പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല, വീഡിയോ എടുക്കാൻ പാടില്ല, ആ വീഡിയോ വേണ്ട എന്ന് വെച്ചാൽ മീൻസ് ഇനി വീഡിയോ എടുക്കണ്ട എന്നുള്ളതിൽ അവരിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പിന്നെ അങ്ങ് ഓക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സ്കേർട്ടൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു സ്കേർട്ടൊക്കെ. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഓഫ് പാവാട അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയെടുക്കണം. ചിലതൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു, ചിലതൊക്കെ റേറ്റ് കുറവായിരുന്നു. എന്നാലും ഇതൊക്കെ ഒരു നമ്മൾ പെണ്ണുങ്ങൾക്ക് അറിയാതെ തുണികളിൽ പോകും എന്നുള്ളത് സത്യമാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് പാവാടയിലും എല്ലാത്തിലും ആയിരുന്നു. ഞാൻ ഈ ഒരു പാവാട എടുത്തു കേട്ടോ. ഇത് 350 രൂപയാണ്. 350 രൂപയ്ക്ക് വർത്തുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം 350 രൂപയ്ക്ക് നല്ല ക്ലോത്ത് ആയിരുന്നു കേട്ടോ. നമുക്ക് കളറൊന്നും പോകത്തൊന്നുമില്ല, നല്ല തുണി, നല്ല മെറ്റീരിയലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.